പൊട്ടിക്കണ്ടേ നമുക്കിത് കമ്പത്തിലേക്കുണ്ട് വാ. പെണ്ണിന്റെ ആക്ഷൻ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. 2 ദിവസത്തെ, അതായത് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വിഷുവിൻ്റെ അന്നാണ്. ഈ വിഷുവിൻ്റെ അന്നത്തെ പിന്നെ തലേ ദിവസത്തെ, അതായത് ഇന്നലത്തെയും കൂടി വീഡിയോസൊക്കെ ചേർത്തിട്ട് ഒരൊറ്റ വ്ളോഗ് ആക്കിയതാണ്. അപ്പോൾ ഇന്നലെ ഇക്കാവ് കണ്ടക്ടർ ഡ്യൂട്ടി ആയിരുന്നു നമ്മുടെ പാണത്തൂർ ബസ്സിൽ. പഫിക്ക് ഭയങ്കര ആഗ്രഹം ഇക്കാവിടെ പോകണം എന്നുള്ളത്. അങ്ങനെ അജ്മീർ പോയിട്ട് ബസ്സിൽ കയറ്റി വിട്ടതാണ് കേട്ടോ. ഇന്നിപ്പം നേരത്തെ വരും, ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർ 2 പേരും വന്നു കേട്ടോ. അതായത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നിപ്പം നേരത്തെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാണത്തൂർ പള്ളിയിൽ ഉറൂസായിരുന്നു. ഇന്നാണ് ചോറ് കൊടുക്കുന്ന ദിവസം. അപ്പം എന്നോട് പറഞ്ഞ് ആരെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ പകരത്തിന് ആളെ ആക്കിയിട്ട് നമുക്ക് പോകാം, അതിന് ശേഷം പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് കയറിയാൽ മതിയല്ലോ എന്ന്. അങ്ങനെയൊക്കെ വന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. നിധിക്കുട്ടിയാണെങ്കിൽ കൊണ്ടുപിടിച്ച് ചെരുപ്പൊക്കെ ഇടാനുള്ളത് അത്ര പാടില്ലായിരുന്നു. ഞാൻ പിന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ കണ്ണെഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഒരു ഐക്കോണിക് കാജലുണ്ടല്ലോ, അത് കണ്ടിട്ട് ഇവൾക്ക് ഭയങ്കര ആഗ്രഹം കണ്ണെഴുതണമെന്ന്. പിന്നെ വാശി പിടിച്ച് ഞാൻ ഒരുവിധം നമുക്ക് അങ്ങനെ കറക്റ്റ് എഴുതാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഉറങ്ങുമൊന്നുമല്ലല്ലോ. അതിലൊരുവിധം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് അങ്ങനെ കണ്ണും പിരിവൊന്നും അധികം അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. അപ്പം എഴുതി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്നും ഇപ്പോൾ കുറേ ആയി അങ്ങനെ എഴുതാതെ. അപ്പോൾ എഴുതി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു മുഖം പോലെ തോന്നിയിട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയിലാണ് വന്നത്. ഇതൊരു ഇടവഴി കയറിയായിട്ട് വന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തുകയും ചെയ്തു. പിന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം നല്ല ആളുണ്ടാവുമല്ലോ, അപ്പോൾ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താമസിക്കുകൾക്ക് പിന്നെ ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണല്ലോ, അതുകൊണ്ടാണ് സ്കൂട്ടിയിൽ വന്നത്. ആദ്യം തന്നെ നമ്മൾ ആ ചന്ത നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. അപ്പം എനിക്ക് 1-2, അതായത് കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും 1-2 പാത്രങ്ങളല്ലാതെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഈ താളിക്കുന്ന പാത്രം ഉണ്ടല്ലോ, കറി താളിക്കുന്നതൊക്കെ ചെറിയത്, ഈ പിടിയുള്ള സൈസ്, പിന്നെ ഈ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കാനുള്ള കണ്ടെയ്നേഴ്സ്, ബോട്ടിൽ, അങ്ങനെ ഈ ചെറിയ കപ്പ്, അതുപോലെ ഈ കുത്തി സ്പൂൺ, അങ്ങനത്തെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വിടാറുണ്ട്. പിന്നെ നിധിക്ക് കമ്മലുമാലയൊക്കെ നല്ലതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അതിന് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, അതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങ് പോകുന്നു കേട്ടോ. അത്ര സാധനങ്ങൾ വാങ്ങിച്ചത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുട്ടികളെ കണ്ടതാണ്. പിന്നെ ആ ക്യൂ നിന്ന് അപ്പോൾ ഒരു കൂടൊക്കെ കൊണ്ടുതന്നു, ചോറൊക്കെ വാങ്ങിച്ചു. പിന്നെ വെയിലത്ത് നിന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തലവേദന ഉണ്ടായിരുന്നു. വെയിലല്ല, ചൂടായിരുന്നു ഭയങ്കര. അങ്ങനെ ഈ പാണത്തൂർ പള്ളിയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ ചോറ് വാങ്ങിക്കാനായിട്ട്. ഞാൻ പോയിട്ടുള്ളത് കള്ളാറ് പള്ളിയിലാണ്. പക്ഷേ അവിടത്തെക്കാട്ടിൽ പെട്ടെന്ന് തന്നെ ക്യൂ ഒക്കെ നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞത് ആൾ കുറവായതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെയെന്ന്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തലവേദന ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിച്ചു. പിന്നെ നിധിക്ക് പാലായിട്ട് എടുത്ത് കൊടുത്താണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ണെഴുതിയപ്പോഴത്തേക്ക് വേറെ എന്തോ ഒരു ഫേസ് പോലെ എനിക്ക് തോന്നുകയാണ് അവളുടെ മുഖം. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇക്കാവ് പോകാൻ ടൈം ആയപ്പോഴേക്കും ഇക്ക പോയിട്ടോ. പിന്നെ നമ്മുടെ പനത്തടിയിൽ നിന്ന് ബസ്സിൽ കയറി പോയാൽ മതിയല്ലോ. അങ്ങനെ ഇക്ക പോയിട്ടുണ്ട്. പിന്നെ രാത്രി ഒരു 9:30, 9:45, 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വന്നത്. വന്നപ്പോഴേക്കും കുട്ടികൾ 2 പേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷു ആയതുകൊണ്ട് തന്നെ പടക്കമൊക്കെ വാങ്ങിക്കണം എന്നെന്തോ അഫി പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ വന്നപ്പോഴേക്കും അവൻ ഉറങ്ങി. പിന്നെ ഈ പൂക്കൾ നമ്മുടെ വണ്ടി അലങ്കരിക്കാൻ വേണ്ടിയിട്ട്, വിഷുവിൻ്റെ അന്ന് വണ്ടി അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അത് ഫ്രിഡ്ജിൽ നേരെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവനെ ഉണർത്താൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നോക്കി, പക്ഷേ ആൾ ഉണർന്നില്ല. ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അഫീനെ വിളിച്ചാലേ എഴുന്നേക്കില്ല കേട്ടോ, ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചു. പിന്നെ ഞാനത് എടുത്ത് മാറ്റി വെച്ചു. ഇനി മുതൽ കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ, അതായത് വിഷുവിൻ്റെ അന്നാണ്. വിഷുവിൻ്റെ അന്ന് രാവിലെ നമ്മുടെ വണ്ടിയൊക്കെ നല്ല രീതിയിൽ അലങ്കരിക്കുമെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നെന്ന്. അങ്ങനെ ഒരു 8:20 ആവുന്ന സമയത്ത് ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അജ്മീറിനെ കൂട്ടിയിട്ട് പനത്തടിയിൽ വന്നതാട്ടോ. എൻ്റെ നിധിക്ക് എവിടെ പോയാലും അവിടെ മണ്ണും കല്ലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാരണം. അപ്പോൾ അവളൊരു മൂലയ്ക്ക് ഇരുന്ന് അത് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ പിടിക്കാൻ പോയില്ല കേട്ടോ. പിടിച്ചിട്ടുണ്ട് പിന്നെ കരച്ചിലാവും പിഴിച്ചിലാവും, എന്തിനാ വെറുതെ. അപ്പോൾ നമ്മൾ പുതിയ വെയിറ്റിംഗ് ഷെഡിലൊക്കെ കയറി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ സമയമായപ്പോഴത്തേക്കും നമ്മുടെ അക്സം ബസ്, ലയണൽ അക്സം വരുന്നുണ്ട്. വിഷുവിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് മാലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചന്ദനം അതും ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബസ്സിൽ കയറി ആ പെട്ടി സീറ്റിലാണ് ഇരുന്നത്, അതുകൊണ്ട് കറക്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ. വണ്ടി ഓടിക്കുന്നതിന്, ഡ്രൈവ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ കണിക്കൊന്ന് ഇന്ന് ഇക്കായും അതുപോലെ തന്നെ നമ്മുടെ ബസ്സിൽ സ്ഥിരം കയറുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ കുട്ടികളും കൂടിയിട്ട് ഏതൊരു വീട്ടിൽ പോയിട്ട് പറിച്ചതാണെന്ന് തോന്നുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിധിക്കുട്ടി അങ്ങനെ നമ്മളിങ്ങനെ അതായത് അഫീനെ കൊണ്ട് പോയി, അഫി പിന്നെ ബസ്സിലൊക്കെ കയറി അങ്ങനെ പോകാറുണ്ട്. പക്ഷെ നിധി അങ്ങനെ പോയിട്ടില്ല. 1-2 തവണ എങ്ങാണ്ടാണ് അങ്ങനെ നമ്മുടെ ബസ്സിൽ അങ്ങനെ പോയിട്ടുള്ളത്.
അതും ചെറുതിലെ കേട്ടോ. അപ്പം അവളിങ്ങനെ ഈ വഴിയിൽ JCB ഒക്കെ കാണുമ്പോൾ JCB ലോറിയൊക്കെ കാണുമ്പോഴത്തേക്കും ഇക്ക ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇക്കാനെ വിളിച്ചിട്ട് ബാപ്പി JCB എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടി പോകുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് പാടുണ്ടായിരുന്നു, എന്നാലും അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയൊക്കെ എടുക്കാനുണ്ടല്ലോ. അങ്ങനെ നമ്മളിതേ പാണത്തൂർ സ്റ്റാൻഡിലെത്തി. അവിടെ വെച്ച് നമുക്ക് വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഒരു ബസ് അലങ്കരിച്ചേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ചന്ദനമൊക്കെ ആക്കി നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. ബസ്സിൻ്റെ പുറമേയുള്ള വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കയറിയതാണ് കേട്ടോ. ആ കണി വെച്ചേക്കണതിൻ്റെ അവിടെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഈ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മിഠായി കണ്ടിട്ട് നിധിക്ക് ഒരു സമാധാനമില്ല അത് കിട്ടാതെ. മിഠായി തീറ്റയൊക്കെ കുറച്ചതായിരുന്നു കേട്ടോ. പക്ഷേ അത് കണ്ടപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ പിന്നെ അഫി അതിൽ നിന്ന് 1-2 ഒക്കെ എടുത്തു കൊടുക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ തിരിച്ചു വന്ന വഴി 9 മണിക്കാണ് അവിടെ നിന്ന് വിട്ടത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴി നമ്മൾ ബളാന്തോട് ഇറങ്ങി അവിടെ നിന്ന് ചിക്കനും വാങ്ങിയിട്ട് നേരെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ ഷോപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇക്ക പറഞ്ഞു ഉച്ചക്കത്തേക്ക് പൊതിച്ചോറ് എടുക്കാമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കറി വെച്ചിട്ട് അത് കൊടുത്തു വിടാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെയാണ് വീട്ടിൽ നിന്ന് പോയത് ഈ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട്. പിന്നെ ഇത് പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ഉടനെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ കാര്യമൊന്നുമില്ല, 2-3 മണിക്കൂർ പിടിക്കും. പ്രത്യേകിച്ച് CapCut-ലാകുമ്പോൾ നമ്മൾ VPN ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതായതുകൊണ്ട് നല്ല പാടാണ്. അതൊന്ന് ലോഡായിട്ട് വരാൻ തന്നെ നല്ല താമസം കൊടുക്കും. ഞാനൊരു 1-1.5 മണിക്കൂർ അതിൽ കിടന്ന് പണിത് ഒരു വിധം ആക്കി വെച്ചതിന് ശേഷം പിന്നെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു വിടൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ പിന്നെ അജ്മീർ എനിക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഞാൻ മസാലയൊക്കെ സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതൊന്ന് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റ് താളിച്ച് ഒഴിച്ചു വിടാം. താളിച്ച പാത്രം നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ ബീൻസ് ഒന്ന് അരിഞ്ഞെടുത്തു. കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതവർക്ക് കൊടുത്തു വിടാമെന്ന് ഓർത്ത് അത് അരിഞ്ഞെടുത്ത് അതിലേക്ക് സവോളയും പച്ചമുളക് പിന്നെ മഞ്ഞപ്പൊടി ഉപ്പും കൂടി ചേർത്തൊന്ന് തിരുമ്മി വെച്ചു കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ പുതിയ ചീനിച്ചട്ടിയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ആരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പാത്രം മാറ്റുന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പുതിയത് വാങ്ങിയതാട്ടോ. അപ്പം അതിലൊന്ന് കടുക് പൊട്ടിച്ച് ഈ ബീൻസും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ചിരവി എടുത്തിട്ട് അതൊന്ന് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും തേങ്ങ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീൻസ് തോരനും റെഡി ആയിട്ടുണ്ട്. പിന്നെ അവനാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ബീഫ് ഉണ്ടായിരുന്നു, അതൊന്ന് സവോളയും അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് അതും അവൻ റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് സമയമായപ്പോഴത്തേക്കും അതും വെന്തു, അതും വടിച്ചിട്ടു. അങ്ങനെ ഏകദേശം കറികളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാങ്ങാ ചമ്മന്തിയും കൂടെ അരയ്ക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സമയമില്ല. 1:50 ആകുമ്പോഴത്തേക്കും നമ്മുടെ ബസ് ഇവിടെ വരും. അതിനിടയ്ക്ക് എനിക്കൊരു 100 തവണ ക്ലീൻ ചെയ്യണം. അതാണ് എൻ്റെ പണികളൊന്നും നേരെ ചൊവ്വേ നടക്കാത്തതിന് കാരണം. എനിക്കിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഞാൻ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. കാര്യം പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരൊറ്റ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിയും. പക്ഷേ അതിന് മനസ്സനുവദിക്കില്ല. അതിന് മുമ്പ് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. വല്ലാത്തൊരു ഭ്രാന്ത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിധിക്കുട്ടിയുടെ വാശിയും അതും ഇതും. പിന്നെ അവിടെ ഞാൻ ഒരുവിധം ഓരോ സാധനങ്ങളൊക്കെ പറക്കി കൊടുത്ത് അവിടെ ഇരുത്തും ഇവിടെ ഇരുത്തും. പിന്നെ ഇവിടെ അങ്ങനെ മറ്റുള്ളവരുടെ അടുത്തൊന്നും അങ്ങനെ പോവില്ല, എൻ്റെ അടുത്ത് തന്നെ കൂടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ അവളെ മാനേജ് ചെയ്യേണ്ടി വന്നു അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഏകദേശം എല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കറി ഒന്ന് അഫിയുടെ ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ അതിൻ്റെ അകത്താണ് ഞാൻ കറി വെച്ച് കൊടുത്തത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ ചോറിൽ തന്നെ ഒഴിക്കുമ്പോഴത്തേക്കും ഒരുമാതിരി അളിഞ്ഞിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കറി ഈ ഒരു ചോറ്റുപാത്രത്തിലേക്കാണ് എടുത്തത്. പിന്നെ ചോറും ഒരു ബീൻസ് തോരനും വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബീഫ് ചൂടാക്കി എടുത്തു എന്ന് പറഞ്ഞില്ല, അതും പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അജ്മീറും ഈ അഫിയും കൂടിയിട്ടാണ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അതിന് ശേഷമാണ് ഞാനത് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇന്ന് അടിച്ചുവാരലും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല, ഇതിൻ്റെ പുറകെ ആയിരുന്നതുകൊണ്ട്. അപ്പം ഈ അതും ഇതും എല്ലാം കഴിച്ചിട്ടിട്ടേക്കുന്നതും ഒക്കെ ആയിട്ട് കുറേ അലങ്കോലമായിട്ട് കിടക്കായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതൊന്ന് ഫുള്ള് അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടു. പിന്നെ തുണി അലക്കാനും ഉണ്ടായിരുന്നു. അപ്പം നാളെ അലക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പാടാകും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ തുണി അലക്കാൻ ഇട്ടതിന് ശേഷമാണ് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. സമയത്തൊക്കെ ബാക്കി ജോലികളൊക്കെ കുറച്ച് അരോചകമായിട്ട് തോന്നിയാലും ഈ ഒരു പണി മാത്രം എനിക്ക് ഒട്ടും ബോറടിക്കില്ല കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൂത്ത് വരാൻ പറഞ്ഞാൽ ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. അജ്മീർ എന്നോട് പറയാറുണ്ട്, നീ ആ ചൂലും കെട്ടിപ്പിടിച്ച് കിടന്നു, നിന്നെ എപ്പോൾ കണ്ടാലും കയ്യിലൊരു ചൂലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ അടിച്ചുവാരലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇന്നൊന്നും തുടച്ചിടണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എനിക്കിനിയിപ്പം കുറച്ച് എഡിറ്റിങ്ങും അതും ഇതും പിന്നെ തുണി ഇറക്കാനിട്ടിടണമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ തുടയ്ക്കാമെന്ന് ഓർത്തു. ഒരു ദിവസം അവിടെ വിട്ടൊക്കെ ഇപ്പം തുടച്ചിടാറുണ്ട്. കാരണം ഈ പിള്ളേർ ഈ ബേക്കറി അതും ഇതും എല്ലാം തിന്നിട്ടും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കി വെക്കും. അതുകൊണ്ടിട്ട് ഓരോ ദിവസം ഇടവിട്ട് തുടച്ചില്ലെങ്കിൽ ആകെ വൃത്തികേടായി. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അതിൽ വന്നൊരു കമൻറ്റാണ്, നമ്മൾ തന്നെ ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം നല്ല നീറ്റായിട്ട് ഇട്ടതിന് ശേഷം അതിങ്ങനെ നോക്കി കാണുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടാവാറുണ്ടെന്നുള്ളത് സത്യമായിട്ട്. അത് ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ കുറച്ച് സമയം. കാരണം നല്ല നീറ്റാക്കി നല്ല ക്ലീനാക്കി ഇട്ടതിന് ശേഷം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര ഒരു നിർവൃതി തോന്നാറുണ്ട് ഇത് കാണുമ്പോഴത്തേക്കും. ഇക്കാവ് ചോറ് കൊണ്ടേ കൊടുക്കാൻ പോയപ്പോൾ അജ്മീറിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ് കേട്ടോ ഈ ഉണ്ണി. അപ്പോൾ അതിൽ ആദ്യത്തെ പാക്കറ്റ് ബേക്കറിയിൽ നമ്മൾ വാങ്ങിയതാണ്. പിന്നെ ഇതുണ്ടല്ലോ ഈ ഒത്തിരി ഉള്ളത്, അത് നമ്മുടെ വണ്ടിയിൽ സ്ഥിരം കയറുന്നൊരു ചേച്ചി 2 കുട്ടികളുണ്ട്, അവർ കൊടുത്തതാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ചായയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ്. പിന്നെ ഒരെണ്ണടുത്ത് കഴിച്ച് നോക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പോൾ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര സോഫ്റ്റും അതുപോലെ തന്നെ നല്ല മധുരവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് ഒരു ചെറിയ ബോട്ടിലൊക്കെ ആക്കി ഇട്ട് വെച്ചു. പിന്നെ അപ്പോഴേക്കും തുണി അലക്കി കിട്ടി. അങ്ങനെ ഞാൻ അതൊന്ന് വിരിച്ചിട്ടു. അഫി എടുത്തുന്ന വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഉറൂസിന് പോയപ്പോൾ വാങ്ങിച്ച ഇതുണ്ടല്ലോ നമ്മുടെ ഓയിലൊക്കെ ഒഴിച്ച് വെക്കുന്നത്, അത് ഞാനൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ മാറി കിട്ടിയിട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തീർന്നിരിക്കുകയാണ്, ഇനി അത് വാങ്ങിക്കണം. അപ്പം സൺഫ്ലവർ ഓയിൽ ഞാൻ ഒരെണ്ണത്തിൽ ഫുള്ള് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ വാങ്ങിക്കുമ്പോൾ ഇനി അതിൽ ഒഴിച്ച് വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും സമയമായി 4, 4:30, 5 മണി ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ വെച്ചു. നിധിക്കുട്ടി കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ അവൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഫ്രഷായി നിധിക്കുട്ടീനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ എടുത്തു. അഫി പിന്നെ ഫുള്ള് കളിയായിട്ട് നടക്കാണ് കേട്ടോ. ഇവിടെ വന്ന സമയത്ത് അവന് കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ ഇത്തയുടെ കുട്ടികൾ വന്നു. അവരുടെ കൂടെ ഫുള്ള് തിരക്കാണ് ആള്. വീട്ടിലിരിക്കേ ഇല്ല, എപ്പോഴും അവരുടെ അടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ. ഇന്നിപ്പം സന്ധ്യാപത്തേക്കും കുട്ടികൾ ഇറങ്ങി വന്നതാണ് കേട്ടോ, അവരുടെ കൂടെ കളിക്കുന്നതാണ്. പിന്നെ നിധിക്കുട്ടി ചിലപ്പോൾ ഒക്കെ അവരുടെ കൂടെ കൂടും, ചിലപ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് ഉമ്മി ഉമ്മി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അജ്മീറാണെങ്കിൽ ബസ് കഴുകാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. പിന്നെ ഇക്കായും വരാൻ ഒരു 9:30-10 മണിയൊക്കെ ആവുമായിരിക്കും. അപ്പോൾ കുട്ടികൾ പുറത്ത് ഓരോ കളികളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അവർ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത് കാണാം കേട്ടോ. നിധിക്കുട്ടി അവരുടെ കൂടെ തന്നെ ഉണ്ട്. നിധിക്കുട്ടിയുടെ ഒരു കളിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. നിധിക്കുട്ടിയുടെ അല്ല, അഫിയുടെ ആണ് അത് ആക്ച്വലി. അപ്പോൾ അത് ഐഷു കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്നെ തോണ്ടിയിട്ട് ഉമ്മി അത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സത്യം പറയണോ, ഞാൻ നിങ്ങൾ മനസ്സിലാട്ടോ നിധി പൈച്ച വേണോ നേരെയോ പറ്റിച്ചാലോ തെറ്റ്, നേരെയോ പറ്റിച്ചാലോ തെറ്റ, അതിനോട് ചോദിക്കോ തെറ്റ അറിയില്ല അറിയില്ല നേരെ 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 ആര് നേരെയല്ലോ പറഞ്ഞേ അപ്പൊ ഞാൻ ചോദിച്ചു നീ നേരെന്നൊന്നും പറഞ്ഞു ഞാൻ പറയാം ആരെന്ന് അതെന്റെ അമ്മു അതെ ഇതില് തോറ്റാളി ഞാനാ തോറ്റാളി ശരി ശരി തെറ്റ് തെറ്റോ തെറ്റ് അച്ഛനാണ് അർത്ഥം ചമ്മു തെറ്റായ ശരി പൂച്ച പൂച്ച ആ പൂച്ച മ്യാവ് 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 ബറാലി അപ്പു ഓ തെറ്റോ ഏയ് അലിയായി കാക്ക കേട്ടാ. ആ ശരിയോ തെറ്റോ ഇനി തെറ്റോ അങ്ങനെ ശരി പറയാം. ഓക്കെ അപ്പം കിട്ടും ഇത് നേരെ ഒപ്പരണം നമുക്ക് നേരെ ഇട്ടുള്ളൂ.
കൊച്ചു അത് കൊച്ചു അത് അത് കൊച്ചു പെണ്ണിന്റെ ആക്ഷൻ അവിടെ നിന്ന് കളിക്കുമ്പോ വീഡിയോ എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വാ, കൊച്ചാപ്പിന്റെ അടുത്തേക്ക്. എടാ സ്റ്റെപ്പ് ഓർത്തിരുന്ന് കളിച്ചു കണ്ടോ നീ? ചവിട്ടോ? ഓയ് പിണങ്ങിയാ? എന്റെ കുട്ടി പിണങ്ങി നിൽക്കാണ് ഗൈസ്. ഓയ് അപ്പോൾ നിധിക്കുട്ടിയുടെ ഡാൻസ് ഒക്കെ കണ്ടില്ലേ? എൻ്റെ വീഡിയോസ് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഡാൻസ് കളിക്കാറുണ്ട് കേട്ടോ. ആ പാട്ട് എവിടെ കേട്ടാലും അതേപോലെ തന്നെ സ്റ്റെപ്പ് ഇടാറുണ്ട് ആള്. പിന്നെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ചാരി വെച്ചിട്ട് ആ സ്റ്റെപ്പ് കാണുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ അത് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പാട്ടൊക്കെ വെച്ച് കൊടുക്കുന്നത്, ഡാൻസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മളിപ്പം ഈ ഷോർട്സ് വീഡിയോനെക്കാട്ടിലും കൂടുതൽ ലോങ് വീഡിയോസാണ് ഇടുന്നത്. പിന്നെ കുറേ നാളായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഷോർട്സ് എന്നും തന്നെ നമ്മൾ ഇടാറുണ്ട്, പക്ഷേ ഈ ലോങ് വീഡിയോ പണ്ടത്തെ പോലെ അതായത് ഓരോ ദിവസം ഇടവിട്ട് ഒരു വീഡിയോ അങ്ങനെ ഒന്നും ഇടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ പഴയ ആ ഒരു ട്രാക്കിലേക്ക് വന്നു മീൻസ് പൂർണ്ണമായിട്ടും വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കതിന് വേറെ തിരക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പ്രൊമോഷൻ വീഡിയോസ് അതൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ വ്ളോഗ് അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട് നോക്കുന്നത്. കുറേയൊക്കെ അത് വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പം കുറച്ചായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗൊക്കെ ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും അതായത് ഓരോ ദിവസം ഇടവിട്ട് ഇനി അടുത്ത എന്ത് വീഡിയോ ചെയ്യും അങ്ങനെയൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ. ഒരു ഇടക്കാലം കൊണ്ട് അങ്ങനത്തെ ഒക്കെ എൻ്റെ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഷോർട്സ് മാത്രം മതി അങ്ങനെയുള്ളൊരു ഇതിൽ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇൻഷാല്ലാ മാക്സിമം വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിലൂടെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.